Hello, good morning, ladies and gentlemen. Welcome to your favorite channel, The Wild Hunt Travel and Food Blog. ഇന്ന് നമ്മൾ പോകുന്നുണ്ടോ ഒരു ഹിഡൻ സ്പോട്ടാട്ടോ. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് വെറും 32 കിലോമീറ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1200 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പോയാലോ? എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. എവിടെയല്ല കേട്ടോ, മാമലക്കണ്ടത്ത് തന്നെ കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയിലാണിപ്പോൾ. ഇനി അങ്ങോട്ട് വരുന്ന കാടാട്ടോ. അപ്പോൾ ഇവിടെ ആനയും കടുവയും കാട്ടുമാനും ഒക്കെ ഉണ്ടെന്ന് പറയാറ്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പല ന്യൂസിലും റീൽസിലും എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് പക്ഷികളുടെ സൗണ്ടും പക്ഷികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കുട്ടമ്പുഴ തട്ടേക്കാട് റോഡാണ്. അത് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ എത്തട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിലൊക്കെ വൈറലായ ഒരു പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകാട്ടോ. ഇവിടെയല്ല, തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇവിടെ ഈ പക്ഷി സങ്കേതത്തിൽ അത്യാവശ്യം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുരങ്ങനും മയില് പക്ഷികൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കയറാൻ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സ്പോട്ട് കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇതാണ് മോനെ പ്ലേസ്, അടിപൊളിയാട്ടോ. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചെളിവെള്ളമൊക്കെയാണ് വരുന്നത് മലയിൽ നിന്ന്. ഇങ്ങോട്ട് അത്യാവശ്യം ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ്സും ഉണ്ട്. നമുക്കിതൊന്നും കാണാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ഇതാണ് കുട്ടമ്പുഴയിൽ നമ്മൾ നേരെ മുകളിലോട്ട് പോകുന്ന വഴിയാണ് മാമലക്കണ്ടം. അവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. പിണൂർക്കുടിക്കും മാമലക്കണ്ടത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ. അവിടെ നമ്മൾ ഇടത്തോട്ടാണ് തിരിയേണ്ടത്. ഇനി ഫുൾ ഫോറസ്റ്റ് ഏരിയ കേട്ടോ. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം എല്ലാവരും പോകാൻ. അങ്ങനെ നമ്മൾ കാട്ടിലോട്ട് കയറുവാണ് കേട്ടോ. ഇനി ഫുൾ അഡ്വഞ്ചർ. ഇതാണ് മാമലക്കണ്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. ഫ്രണ്ട്സായിട്ട് ട്രക്കിങ്ങിനും അഡ്വഞ്ചറായിട്ടൊക്കെ വരാൻ പറ്റിയ പ്ലേസ് ആട്ടോ. ഇപ്പം മൺസൂൺ കാലം ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല വൈബായി. നമ്മൾ കയറുമ്പോൾ തന്നെ ഉണ്ടോ ചെറിയ അരുവികളൊക്കെ കാണാം കേട്ടോ. ഇതുപോലെ കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി അകത്തോട്ട് വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു അരുവിയും കൂടെ കാണാം. അത്യാവശ്യം പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാട്ടോ ഇതെല്ലാം. നമുക്കിവിടെ കുളിക്കാനും റെസ്റ്റ് ചെയ്യാനും അത്യാവശ്യം ചായയൊക്കെ കുടിച്ച് ഒരു വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ പ്ലേസാണ്. അവിടുന്ന് പിന്നെയും നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. പണ്ടൊക്കെ രാജാക്കന്മാരും കുതിരകളും ഒക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ബെസ്റ്റ് ഒരു പ്ലേസ് ആട്ടോ അത്. അത്യാവശ്യം കോട വരുന്ന കണ്ടുകൊണ്ട് ഞാനൊന്ന് വണ്ടി അവിടെ സൈഡ് ഒതുക്കി.
കുറച്ച് നേരം ഞാൻ കോടയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നിന്നോടെ. കൊള്ളാർന്നു കേട്ടോ, നല്ല വൈബ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തപ്പോൾ ചുറ്റിനും കോട നിറഞ്ഞു. പിന്നെ ഇടയ്ക്ക് കുറേ സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ആനയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷെ ഞാനിതൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ മലയൊക്കെ കയറി നമ്മൾ ക്ഷീണിച്ച് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഉരുളൻകുഴി വെള്ളച്ചാട്ടം. സൈഡിലേക്കുള്ള കോൺക്രീറ്റ് വഴിയിലൂടെയാട്ടോ നമുക്ക് പോകേണ്ടത്. അവിടെ വീടുകളൊക്കെ ഉണ്ട്. എൻ്റെ ധാരണകളെല്ലാം തെറ്റി ഗൈസ്. അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ. കാരണം അവിടെ നിന്ന് ട്രക്കിങ്ങിന് പോയ ജീപ്പുകൾ കാര്യങ്ങളൊക്കെ നല്ല സ്പീഡിലാണ് കയറി വരുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാം. പിന്നെ അത്യാവശ്യം നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പാറ ആയതുകൊണ്ട് തന്നെ. ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്നൊരു ട്രക്കിങ് കഴിഞ്ഞ് ഒരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ജീപ്പ് പോയപ്പോൾ തന്നെ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടോ ഗൈസ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ നല്ല ശാന്തമായി ഒഴുകുന്ന പോലൊക്കെ തോന്നും. ഇതിനടുത്ത് തന്നെ ആയിട്ടോ നമുക്ക് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഹോംലി ഫുഡും നല്ല ട്രക്കിങ്ങിനും പറ്റിയ ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അടുത്ത് തന്നെ. അപ്പോൾ ഇവരെല്ലാം നമുക്ക് എല്ലാം സെറ്റാക്കി തരും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് രാവിലെ തന്നെ നമുക്ക് കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് ട്രക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ വരണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് കാണുമ്പോൾ തന്നെ ട്രക്കിങ്ങിന് പോകാവുന്ന രീതിയിലാട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പാറ കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ജീപ്പ് കയറ്റി വെച്ചേക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊന്ന് ജീപ്പ് ട്രക്കിങ്ങിന് പോകാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരോട് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. ഇവിടെ ബാത്റൂമൊക്കെ അവൈലബിൾ ആട്ടോ. ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് ഗൈസ്. അത്യാവശ്യം മഴ വരുന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന ഒരു ചെറിയൊരു ഹെയർ പിൻ വഴിയാണ്. എല്ലാവരും മാമലക്കണ്ടത്തിൽ നിന്ന് നേരെ ഇരുമ്പുപാലം വഴിയാണ് പോകുന്നത്, അടിമാലിക്ക് മൂന്നാറിന്. പക്ഷെ ഞാൻ കയറിയത് നേരെ വാളറ വഴിയാട്ടോ. അവിടെ കുറച്ച് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിച്ച് പോകാൻ. നല്ല ഇറക്കാട്ടോ, അതുകൊണ്ട് തന്നെ പയ്യാണ് പോയത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെയർ പിൻ ആയതുകൊണ്ട് തന്നെ. ഇതുപോലെ പെട്ടെന്ന് കാറും കാര്യങ്ങളൊക്കെ കയറി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ പയ്യെ പോകണം ഗൈസ്. എല്ലാവരും ഇതും കൂടി ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. ഒരു വെറൈറ്റി പ്ലേസ് തന്നെയാണ് കേട്ടോ. നല്ല വളവും തിരിവും അത്യാവശ്യം ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ കൊക്കയാണ് ഗൈസ്.
റൈഡേഴ്സ് ഒന്നും ഈ വഴി അങ്ങനെ വരാറില്ല, എന്നാലും 1-2 റൈഡേഴ്സിനെയും കണ്ടു കേട്ടോ. ഈ വഴി ചെന്നെത്തുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാട്ടോ, അതായത് വാളറ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. അതുകൊണ്ട് തന്നെയായിരിക്കും റൈഡേഴ്സിന് ഈ വഴി വരാൻ ബുദ്ധിമുട്ട്, കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞു തീർന്നില്ല ഗൈസ്, ഇതേ നിൽക്കുന്നു. നൈസായിട്ട് ഞാൻ അങ്ങ് ആ വഴി പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അടിമാലി മൂന്നാർ പോകുന്ന മെയിൻ റോഡ്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. മൺസൂൺ അടിച്ചു പൊളിക്കാനാണ് ഇങ്ങോട്ട് പോരട്ടെ ഗൈസ്, അടിപൊളി സ്പോട്ടുകളാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോയും കൂടി ചെയ്യട്ടോ. ഓക്കെ ബൈ, അടുത്ത വീഡിയോ പിന്നെ കാണാം.